നമസ്കാരം, VCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ VC മനോജ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ. ഭരണത്തിലേക്ക് ഗംഭീര തിരിച്ചുവരവ് നടത്തിയ കോൺഗ്രസ് സർക്കാരിനെ ആര് നയിക്കുമെന്ന് ആകാംക്ഷയ്ക്ക് വിരാമമായി. കേരളത്തെ ഇനി VD സതീശൻ നയിക്കും. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി VD സതീശനെ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഔദ്യോഗികമായി തിരഞ്ഞെടുത്തു. UDFനെ വൻ വിജയത്തിലേക്ക് നയിച്ച പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലുള്ള മികച്ച പ്രവർത്തനവും ഘടകകക്ഷികളുടെ പിന്തുണയുമാണ് സതീശനെ മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള വഴി എളുപ്പമാക്കിയത്. ദില്ലിയിൽ AICC വിളിച്ച വാർത്താ സമ്മേളനത്തിലാണ് സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചത്. AICC നിരീക്ഷകരായ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്, അജയ് മാക്കൻ, കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പള്ളിപ്പുറം സ്വദേശിയായ യുവാവിന്റെ ജനനേന്ദ്രിയത്തിൽ കുടുങ്ങിയ മെറ്റൽ സ്പാനറും ഇരുമ്പ് വളയവും വടക്കാഞ്ചേരി അഗ്നിരക്ഷാസേനയും മെഡിക്കൽ കോളേജ് ഡോക്ടർമാരും ചേർന്ന് വിജയകരമായി നീക്കം ചെയ്തു. 1 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് അത്യാഹിത വിഭാഗത്തിൽ വെച്ച് അതീവ ശ്രദ്ധയോടെ ഈ ദൗത്യം പൂർത്തിയാക്കിയത്. ആശുപത്രി അധികൃതർക്ക് ഇവ മാറ്റാൻ കഴിയാത്തതിനെ തുടർന്ന് ഡോക്ടർ വടക്കാഞ്ചേരി അഗ്നിരക്ഷാസേനയുടെ സഹായം തേടുകയായിരുന്നു. വടക്കാഞ്ചേരിയിലെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് കുളം നിർമ്മാണത്തിനായി എടുത്ത മണ്ണ് വടക്കാഞ്ചേരി പുഴയിലേക്ക് തള്ളിയ നിലയിൽ. കാഞ്ഞിരക്കോട് തോട്ടുപാലം AH റീജൻസിക്ക് പിൻവശം പുഴയിലാണ് അനധികൃത മണ്ണിടലിനെതിരെ അധികാരികൾക്ക് പരാതി നൽകി കൗൺസിലർ. കഴിഞ്ഞ പ്രളയകാലത്ത് മേഖലയിൽ വെള്ളക്കെട്ട് രൂക്ഷമായതിനെ തുടർന്ന് നിരവധി കുടുംബങ്ങളെ മേഖലയിൽ നിന്ന് ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിരുന്നു. ഈ മേഖലയിലാണ് വെള്ളക്കെട്ടിന് ആക്കം കൂട്ടുന്ന വിധം പുഴയിൽ മണ്ണിട്ടിരിക്കുന്നത്. റെയിൽവേ ഭരണകൂടത്തിന്റെ തൊഴിലാളി വിരുദ്ധ നിലപാടുകൾക്കും അധികാര ദുർവിനിയോഗത്തിനുമെതിരെ ദക്ഷിണ റെയിൽവേ എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ ഷൊർണൂരിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. ബുധനാഴ്ച വൈകുന്നേരം ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നടന്ന പ്രതിഷേധ പ്രകടനത്തിൽ നിരവധി ജീവനക്കാർ പങ്കെടുത്തു. 30,000-ഓളം റെയിൽവേ തസ്തികകൾ വെട്ടിച്ചുരുക്കാനുള്ള തീരുമാനം പിൻവലിക്കണമെന്നും ട്രേഡ് യൂണിയൻ നേതാക്കൾക്കെതിരെയുള്ള അന്യായമായ നടപടികൾ അവസാനിപ്പിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു.